തന്റെ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ആരോപണങ്ങൾക്ക് വീണ്ടും മറുപടിയുമായി രേണു സുധി. തന്നെ താലി കെട്ടിയ ഏക വ്യക്തി സുധിച്ചേട്ടനാണ്. നിയമപരമായി വിവാഹം കഴിച്ചയാളും അദ്ദേഹം തന്നെ. അത് ഞാൻ എവിടെ വേണമെങ്കിലും പറയും. എന്നാൽ ഇപ്പോൾ വിവാഹവുമായി ബന്ധപ്പെട്ട് അടിസ്ഥാനരഹിതമായ പല ആരോപണങ്ങളും വരുന്നുണ്ടെന്നും രേണു പറയുന്നു. കോട്ടയം സ്വദേശിയും പാസ്റ്ററുമായ ബിനു എന്നയാളെ രേണു വിവാഹം കഴിച്ചു എന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്ന ആരോപണങ്ങൾക്കും മെയിൻ സ്ട്രീം വൺ എന്ന യൂട്യൂബ് ചാനൽ അനുവദിച്ച അഭിമുഖത്തിൽ താരം മറുപടി പറയുന്നു. ആരാണ് ഇത്തരം കഥകളെല്ലാം ഉണ്ടാക്കുന്നത്? ഏത് പാസ്റ്റർ? അങ്ങനെ ഒരു പാസ്റ്ററെ എനിക്ക് അറിയുക പോലുമില്ലെന്ന് രേണു പറയുന്നു. എൻ്റെ ജീവിതത്തിലും പഴയ കാര്യങ്ങളുണ്ട്, സുധിച്ചേട്ടൻ്റെ ലൈഫിലും പഴയ കാര്യങ്ങളുണ്ട്. അതൊക്കെ ഞങ്ങൾ വിവാഹം കഴിക്കുന്ന സമയത്ത് രണ്ടുപേർക്കും അറിയാം. ഇത്രയും നാൾക്ക് വരെ ആർക്കും ഒരു വിഷയവും ഇല്ലായിരുന്നു. ഇപ്പോഴായിരുന്നു ഓരോന്നൊക്കെ കുത്തിപ്പോക്കുന്നത്. എന്നോട് ആരും ഇതൊന്നും ഇതുവരെയും ചോദിച്ചിട്ടില്ല. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ സുധിച്ചേട്ടനോടും കുടുംബത്തോടും മാത്രമല്ല, മൂത്ത മകന് അറിവായ കാര്യത്തിൽ അവനോടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടാണ് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞത്. ഞാൻ പാസ്റ്ററെ കെട്ടിയാലും കെട്ടിയില്ലെങ്കിലും ഇവറ്റകൾക്ക് എന്നാണ്. ഞാനൊന്നും മറച്ചു വെച്ചിട്ടില്ല. ഇതേക്കുറിച്ച് ഒരു മനുഷ്യനും ഇതുവരെ എന്നോട് ചോദിച്ചിട്ടുമില്ല. ഇപ്പോൾ ഈ അഭിമുഖത്തിലാണ് ഇത്തരം ഒരു ചോദ്യം ഉയരുന്നത്. ഏതാണ്ട് എന്തോ വലിയ സംഭവം കണ്ടുപിടിച്ചതുപോലെയാണ് ഇപ്പോഴത്തെ ആരോപണം. ആരാണ് ഈ കമൻ്റ് ഇടുന്നത് എന്നൊക്കെ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ഞാൻ ഇവരെയൊക്കെ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വലിയ സെലിബ്രിറ്റി ആകുമോ എന്നോർത്തിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അല്ലാതെ ഇവരെ കൊണ്ടൊന്നും 5 പൈസയുടെ ഉപകാരമില്ല. പഴയ കാര്യങ്ങളൊക്കെ ഇവിടം കൊണ്ട് നിർത്താമെന്നും എന്നെ വിവാഹം കഴിക്കുമ്പോൾ സുധിച്ചേട്ടൻ പറഞ്ഞത്. വിവാഹം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് താലികെട്ടും രജിസ്ട്രേഷനുമാണ്. ഞാൻ സുധിച്ചേട്ടനോട് ഒന്നും മറച്ചു വെച്ചിട്ടില്ല. സുധിച്ചേട്ടൻ മരിച്ചുപോയത് കൊണ്ട് ഞാൻ കളവ് പറയുകയാണ് എന്നാണെങ്കിൽ നിങ്ങൾക്ക് കിച്ചുവിനോട് ചോദിക്കാം. എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം ഇവർക്കറിയാം. പറയാൻ പറ്റാത്ത അത്രയും മോശം സാഹചര്യത്തിൽ ഞാൻ ജീവിച്ച ഒരു ജീവിതം ഉണ്ടായിരുന്നു. എന്നുവെച്ച് അത് വിവാഹം കഴിഞ്ഞ് ദാമ്പത്യത്തിലേക്ക് പോയി എന്നല്ല. കമൻ്റ് ഇടുന്നവർക്ക് ഇത്രമാത്രമാണ് എൻ്റെ മറുപടി. അറിയേണ്ടവരൊക്കെ ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ട്. സുധിച്ചേട്ടൻ തന്നെ പറഞ്ഞതുപോലെ പാസ്റ്റ് ഈസ് പാസ്റ്റ്. അതുമാത്രമാണ് ഞാൻ ചിന്തിക്കുന്നത്. ഞാൻ നിൻ്റെ ഭർത്താവാണ്, നീ എൻ്റെ ഭാര്യ, അത്രമാത്രം പുറത്തു പറഞ്ഞാൽ മതിയെന്ന് സുധിച്ചേട്ടൻ പറഞ്ഞെന്നും രേണു സുധി പറയുന്നു. ഞാനൊരു പാസ്റ്ററെയും വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ എനിക്കൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ തള്ളിക്കളയുന്നില്ല. ഇവർ ഈ പറയുന്ന വ്യക്തി പാസ്റ്ററാണോ എന്നൊന്നും എനിക്കറിയില്ല. അയാൾ കല്യാണവും കഴിഞ്ഞ് 2 മക്കളുമായി കുടുംബത്തോടെ ജീവിക്കുന്നു എന്നാണ് എനിക്ക് കിട്ടിയ വിവരം. ഇതേക്കുറിച്ചൊന്നും എനിക്ക് ഇതുവരെ പറയേണ്ടിയും വന്നിട്ടില്ല. കിച്ചുവിൻ്റെ കാര്യം എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ് ആദ്യ ഭാര്യയുടെ പേര് പോലും അദ്ദേഹം സ്റ്റാർ മാജിക്കിലൂടെ പറഞ്ഞതെന്നും രേണു സുധി കൂട്ടിച്ചേർത്തു.